ഹലോ, ജിഞ്ചർ ഗാർലിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു അടിപൊളി കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കണ്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഡ്രീം കേക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. 5-in-1 ടോർ കേക്ക് എന്ന് ഇതിന് പറയാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 ടേബിൾ സ്പൂൺ മൈദയും 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ് ഇത്രയും കൂടെ അരിച്ച് വെച്ചിരിക്കുകയാണ്. നല്ലതുപോലെ അരിച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചെടുത്തത് ആവശ്യമുണ്ട്. 3 ടേബിൾ സ്പൂൺ അളവിൽ തൈര് വേണം. 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ, വാനില എസൻസ്. പിന്നെ നമുക്കൊരു ട്രേ വേണം, കേക്ക് ബേക്ക് ചെയ്യാനായിട്ടുള്ള ട്രേ, മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത്, മുട്ട. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഒരു മുട്ട എടുക്കുക. നിങ്ങൾ മിക്സിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു മുട്ടയും നമ്മുടെ വാനില എസൻസും പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെയാണ് ബീറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഒത്തിരി ബീറ്റായിട്ട് എടുക്കണ്ട. നമ്മൾ മറ്റ് കേക്കിനൊക്കെ ചെയ്യുന്ന അത്രയും അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. കുറച്ച് വാനില എസൻസും കൂടെ ഒഴിക്കുക. ഞാനിപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വിസ്ക് വെച്ചിട്ട് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ സ്പാച്ചിൽ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഒരു പാൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രേക്കകത്തേക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊരു 10-25 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കിത് ബേക്കായിട്ട് കിട്ടും. നല്ലതുപോലെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് വേണം പാനിലേക്ക് വയ്ക്കാൻ. ഓവനുള്ളവർക്ക് ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഒരു 10-25 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ? ഈ ട്രേയുടെ അളവിനേക്കാളും വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു 25 ഗ്രാം അളവിൽ ഡാർക്ക് കോമ്പൗണ്ടും മിൽക്ക് കോമ്പൗണ്ടുമാണ് വേണ്ടത്. പിന്നെ ഒരു 3/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം വേണം. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ വേണം. എന്നിട്ട് നമ്മളൊരു വാനില എസൻസും കൂടെ, ഒരു 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസും വേണം. നമുക്കൊരു സ്റ്റൗവിലേക്ക് നമ്മുടെ കോൺഫ്ലവറും വിപ്പിംഗ് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് അതിനെ ചൂടാക്കി എടുക്കാം. നമ്മൾ കേക്കിൻ്റെ ഒരു ലെയറാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. കേക്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലെയറായിട്ടൊക്കെ വരുന്നതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആ വിപ്പിംഗ് ക്രീമും കോൺഫ്ലവറും ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചോക്ലേറ്റും കൂടെ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ മെൽറ്റായി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ ഇതിനി നല്ലതുപോലെ തണുത്ത് വരുമ്പോഴത്തേക്ക് ഒന്നും കൂടെ നല്ലോണം കുറുകി വരും. പിന്നെ നമുക്ക് വേണ്ടുന്നത് 1/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീമും 10 ഗ്രാം അളവിൽ ഡാർക്ക് കോമ്പൗണ്ട്. ഞാനിപ്പോൾ വൈറ്റാണ് എടുത്തിരിക്കുന്നത്, ഏതായാലും കുഴപ്പമില്ല. ആ ഡാർക്ക് കോമ്പൗണ്ടിനെ നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് അതും മെൽറ്റ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റും കൂടെ രണ്ടും കൂടെ വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ എടുത്തിരിക്കുന്നതാണത്. പിന്നെ ഷുഗർ സിറപ്പ് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും 1/2 കപ്പ് അളവിൽ വെള്ളവും കൂടെ ചേർത്ത് തിളപ്പിച്ച് ഉപ്പും കൂടെ ഇട്ടതാണ്. അത് ഞാൻ നമ്മുടെ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ട്
നമ്മുടെ കേക്കിലേക്ക് നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്തില്ലേ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റ് 10 ഗ്രാം ചോക്ലേറ്റും കൂടെ അടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതാണ് നമ്മുടെ സെക്കൻഡ് ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നത്. നല്ലതുപോലെ ലെവൽ ചെയ്തെടുക്കുക. ഇനി നമ്മൾ നമ്മുടെ സ്റ്റൗവിൽ വെച്ചിട്ട് 3/4 കപ്പ് വിപ്പിംഗ് ക്രീമും നമ്മുടെ കോൺഫ്ലോർ ഇട്ട മിക്സാണിത്. ഇനി അടുത്ത ലെയറായിട്ട് മൂന്നാമത്തെ ലെയറായിട്ട് നമുക്കിത് ഈ മിക്സാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് ഇനിയും കുറച്ചുകൂടെ സമയം ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൽ നിന്നും കുറുകി കിട്ടും നമുക്ക്. ഇനി നമുക്കിതിനെ ഏകദേശം ഒരു 30 മിനിറ്റെങ്കിലും ഫ്രീസറിൽ വെക്കുക. ഇനി നമ്മുടെ നാലാമത്തെ ലെയറിന് വേണ്ടിയിട്ടാണ് ഡാർക്ക് കോമ്പൗണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിലെടുക്കാം കേട്ടോ. അത് രണ്ടും കൂടെ ഡാർക്ക് കോമ്പൗണ്ടും മിൽക്ക് കോമ്പൗണ്ടും കൂടെ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. നല്ല ലൂസായിട്ട് വേണ്ടത്. എനിക്കൊരു അല്പം കുറുകി പോയിട്ടുണ്ട്. അപ്പോൾ ചൂടുള്ള പാല് ഒഴിച്ചു കൊടുത്താൽ ഒന്നും കൂടെ ലൂസാക്കി എടുക്കുക അതിനെ. ഞാനിപ്പോൾ ഈ രാത്രി ചെയ്യുന്നതാണ്, എനിക്ക് സമയക്കുറവുള്ളത് കാരണം ഞാനിപ്പോൾ ഇത് തന്നെ ഒഴിക്കുവാണ്. കണ്ടോ? അപ്പോൾ അതും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ അഞ്ചാമത്തെ ലെയർ എന്ന് പറയുന്നത് നമ്മുടെ കൊക്കോ പൗഡറാണ്. അതിങ്ങനെ തട്ടിക്കൊടുക്കാം ഒരു അരിപ്പയിലിട്ടിട്ട്. ഒത്തിരി കൂടി പോകേണ്ട, കയ്പുണ്ടാകും. ഇതെല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻ ചെയ്യാം. 5 മിനിറ്റ് കൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ഇടുക.